ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പ്രൈമാർക്കിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രൈമാർക്ക് ദുബായിൽ രണ്ടിടങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് മിർത്തീവ് സിറ്റി സെൻറ്ററിലും ഒന്ന് ദുബായ് മാളിലും. അപ്പോൾ ഇന്നൊരു നല്ലൊരു സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് പ്രൈമാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മിർത്തീവ് സിറ്റി സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും വന്നതിൻ്റെ ഉദ്ദേശം പ്രൈമാർക്ക് വിസിറ്റ് ചെയ്യാനാണ്. പക്ഷേ ബാത്താംബോഡി കണ്ടിട്ടുണ്ടെങ്കിൽ ബാത്താംബോഡിയിലൊന്ന് കയറാതെ പോകുന്നത് ഒരു മര്യാദക്കേടാണല്ലോ. സോ ബാത്താംബോഡിയിൽ ആദ്യം കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാത്താംബോഡി കയറി. ഞാൻ കഴിഞ്ഞ ദിവസം ബാത്താംബോഡിയിൽ നിന്ന് കുറച്ച് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തതോടെ എനിക്കൊന്നും എടുക്കാനില്ലായിരുന്നു, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ഫൈനലി ഞാൻ ഒന്നും കൂടി ഉറപ്പാക്കി, ഞാൻ കാണാത്ത ഫ്ലേവേഴ്സൊന്നും ഇവിടെ ഇല്ലല്ലോ, ഏതെങ്കിലും പുതിയ ലോഞ്ച് വന്നിട്ടുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മൾ വന്ന ഉദ്ദേശം പ്രൈമാർക്ക്. ഈ ക്യൂ കണ്ടിട്ട് ഒന്ന് കയറണോ വേണ്ടിയോ എന്നൊന്ന് ആലോചിച്ച് നിന്നെങ്കിലും ഞങ്ങളും പോയിട്ട് ആ ക്യൂവിൽ ജോയിൻ ചെയ്തു. പക്ഷേ ആ ക്യൂ കാണുന്ന പോലെ ഒന്നുമല്ല, പെട്ടെന്ന് മൂവ് ആവുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 15 മിനിറ്റ് തന്നെ ഉള്ളിൽ കയറി. അപ്പം നമ്മളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ നമുക്ക് ചെന്ന പാടെ തന്നെ ഈത്തപ്പഴങ്ങളൊക്കെ തന്നായിരുന്നു. പിന്നെ പ്രൈമാർക്കിൻ്റെ കുക്കീസ്, പിന്നെ നിന്ന് മടുക്കാതിരിക്കാൻ വാട്ടർ ബോട്ടിൽസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മൂവ് ആവുന്ന ഒരു ക്യൂ ആയിരുന്നു അത്. അങ്ങനെ ഫൈനലി പ്രൈമാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി. നമ്മളിച്ചിരി കഷ്ടപ്പെട്ട ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ആകാംക്ഷ കൂടുതലാണല്ലോ. സാധാരണ മാളി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യുന്ന പോലെയല്ല, ഇച്ചിരി കഷ്ടപ്പെട്ട് കയറിയുണ്ട്. എല്ലാം സാവധാനം നോക്കിയിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൈം നമുക്ക് ഓഫീസിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല തരം ഡ്രസ്സുകളുണ്ടായിരുന്നു. ഇനി പ്രൈസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൈസാണ്. ഈ കുറേ ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു 50 ദിർഹം 60 ദിർഹത്തിനൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, 15 ദിർഹം 16 ദിർഹത്തിനൊക്കെ ഉണ്ട്, പക്ഷേ സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ്. അല്ലാതെ വരുന്നതിൻ്റെയൊക്കെ പ്രൈസ് കാറ്റഗറി വരുന്നത് 70, 80 ആ ഒരു തരത്തിലാണ് വരുന്നത്. പക്ഷേ നല്ല കളക്ഷനാണ്, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് അവിടെ നിന്ന് എല്ലാം വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ വാലറ്റിനകത്ത് അത്ര പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 എണ്ണം മാത്രം ടോസ് ഇട്ടെടുത്തിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും 4 ആയിട്ട് പിരിഞ്ഞു. ബിക്കോസ് നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം കണ്ടു തീർക്കാനോ എടുത്തു തീർക്കാനോ ട്രൈ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ബില്ലടിക്കുന്നിടത്തേക്കും വീണ്ടും നമ്മൾ ഒരുമിച്ചു. അങ്ങനെ നല്ലൊരു ഡോള് കണ്ടെങ്കിലും എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും, പക്ഷേ ഇത് എടുത്തിട്ട് അങ്ങ് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ കയറ്റില്ല എന്നുള്ള എൻ്റെ ബോധം അതെന്നെ അവിടെ തിരികെ വെപ്പിച്ചു. മെയിൻ കാര്യം ഞാൻ മറന്നുപോയി. ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫി അത് നിർബന്ധമാണല്ലോ, അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചപ്പൽസിൻ്റെ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമ്പേഴ്സ് ആയിരുന്നു, കൺഫ്യൂഷനായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അങ്ങനെ ബില്ലൊക്കെ അടിച്ചു. ഇനി അങ്ങനെ ബില്ല് അടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകരുത്, നമുക്ക് ഫോട്ടോ സെക്ഷനുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും ഓരോരോ പോസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഓരോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടി. ഇനി അത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ പോയി. നമുക്ക് 3 സാധനമാണ് എടുക്കാൻ പറ്റുക. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കൂട്ടിയിട്ടൊന്നുമില്ല, കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പേരിലൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോയൽ എന്നായതുകൊണ്ട് ജെ അങ്ങനെ അധികം പോകാൻ ചാൻസ് ഇല്ല. കറക്റ്റാണ്, ജെ 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോയൽ കെ ജെയിംസ് ആയിരുന്നു. അപ്പോൾ ജെ എന്നുള്ള ഇതെടുത്ത് ഞാൻ അങ്ങനെ സെറ്റാക്കി. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ലോകം കീഴടക്കിയ സന്തോഷത്തിൽ നമ്മളങ്ങനെ പ്രൈമാർക്കിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. പക്ഷേ ഇതെല്ലാം തികച്ചും ഫ്രീ ആട്ടോ, ഫോട്ടോസും ഇത്, കാരണം അത് അവരുടെ അഡ്വർടൈസ്മെൻ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഐസ്ക്രീം ആണെന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ സാധനം വാങ്ങുന്നത്. പക്ഷേ അത് ഐസ്ക്രീം അല്ലായിരുന്നു ഗൈസ്, കേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കേടിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് അറിയുക അത് ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു. ഇനി ഒരു മാളിൽ വന്നിട്ട് ഒരു ഷോപ്പിനെ മാത്രം പരിഗണിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി ലെഫ്റ്റേഴ്സിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു എൽസി വൈക്കിക്ക് പോകാൻ. എൽസി വൈക്കിക്ക് നിന്നാണ് എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് കിട്ടുവാണെങ്കിൽ സാധാരണ കിട്ടാറുള്ളൂ. യെസ്, കറക്റ്റാണ്, എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടി. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. 2 മിറർ സെൽഫിയൊക്കെ എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, ഇനി ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും വെറൈറ്റി ഫുഡ് കഴിക്കണമെന്നാണ്. പക്ഷേ ഞങ്ങൾ അറ്റ്ലാസ് എത്തുക ഒന്നെങ്കിൽ ഏതെങ്കിലും റൈസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ KFC മെഗ്ഡിയോ എന്തെങ്കിലും ആയിരിക്കും. ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് കയറി KFC മെഗ്ഡിയോ ഒന്നും വാങ്ങരുതെന്ന്. പക്ഷേ ഫൈനലി മേടിച്ച് തന്നപ്പോൾ KFC വാങ്ങി. പക്ഷേ വെറൈറ്റിക്ക് ഒരു ചൈനീസ് റൈസ് കിട്ടിയിരുന്നു, അത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം. അങ്ങനെ ദുബായ് ഫ്രെയിമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ റൂമിലേക്കല്ല പോകുന്നത്. നമുക്ക് പുറത്ത് കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദുബായിലെ സൺസെറ്റ് കാണാൻ. വാവ്, സ്കൈ ഒക്കെ നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ആയി, ഒരു പ്രത്യേകതര ഫീലായിരുന്നു. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ and subscribe. Thank you for watching. Bye.